السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ഏറെ ബഹുമാന്യരായിട്ടുള്ള ഈ മലത്താനത്ത് ഫാമിലി, ഈ കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ കാരണവന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, തികച്ചും സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ സുദിനത്തിൻ്റെ സായാഹ്നത്തിൽ സംഗമിച്ചിട്ടുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ വലിയ ഒരു നിഅമത്താണ്, അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വളരെ സന്തോഷത്തോടു കൂടി വിശേഷങ്ങൾ പങ്കുവെക്കുവാനും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അതിലേറെ സന്തോഷകരമായി ഈ പരിശുദ്ധ റമദാനിന് മുന്നോടിയായിക്കൊണ്ട് മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഉള്ള റമദാൻ കിറ്റ് വിതരണവും ഈ ഒരു ചടങ്ങിൽ നടക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്ക് മുന്നേ മൺമറഞ്ഞു പോയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ കാരണവന്മാരുണ്ട്. നമ്മളിങ്ങനെ ഈ കുടുംബാംഗങ്ങൾ ഇവിടെ ഒത്തുചേരാൻ കാരണക്കാരായ ആ വല്ലിപ്പ, ആ വല്ലിമ്മ, ഈ കുടുംബത്തിലെ കാരണവരായിട്ടുള്ള അവർക്ക് ഇന്ന് 6 അടി മണ്ണിലാണ്. ഒരുപാട് ആളുകൾ ഈ കുടുംബത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി 6 അടി മണ്ണിൽ അവർ ബർസഖിൽ അവരുടെ ബർസഖിയായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ വല്ലിപ്പമാർ, വല്ലിമ്മമാർ, കുടുംബത്തിൽപ്പെട്ട മറ്റു മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്കുള്ള പ്രാർത്ഥന നൽകാതെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും വളരെ സന്തോഷമുള്ള ഈ ഒരു സുദിനത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒത്തുചേർന്നവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുള്ള, ഏറെ വില കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധങ്ങൾക്ക് പ്രയോഗിച്ച വാക്ക് റഹ്മ എന്നാണ്. 2 രീതിയിലുള്ള കുടുംബ ബന്ധങ്ങളുണ്ട്. ഒന്ന് റഹ്മാണ്, മറ്റൊന്ന് സിഹറാണ്. റഹ്മ് എന്ന് വെച്ചാൽ അത് രക്തബന്ധമാണ്, മറ്റത് സിഹർ എന്ന് വെച്ചാൽ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇന്റെ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആമുഖമായിക്കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ച വചനം അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം കേട്ടോ. എങ്ങനെയുള്ള റബ്ബാണ് അവൻ? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ നഫ്സിൽ നിന്നുമാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് അവൻ ഇണകളെ ഉണ്ടാക്കി. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അതിലൂടെ ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു ഉണ്ടാക്കി. വത്തഖുല്ലാ, വീണ്ടും അല്ലാഹു പറയുകയാണ്, വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. അല്ലദീ തസാഅലൂന ബി, നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അതോടൊപ്പം അതിനെ ചേർത്തുകൊണ്ട് റബ്ബ് പറയുകയാണ്, വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു കൃത്യമായി കൊണ്ട്
നിങ്ങളെ ഓരോ നീക്കങ്ങളും കൃത്യമായി കൊണ്ട് അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അപ്പം അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് തൊട്ടുടനെ പറഞ്ഞ കാര്യം കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. അത്രക്ക് പ്രാധാന്യമുണ്ട്, അത്രക്ക് മഹത്വമുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിൽ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഈ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് അവിടുത്തെ തിരുവചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും വേണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറഹിമു മുഅല്ലഖതും ബിൽ അർശ്. ഈ റഹിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, റഹിം എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക്. അതേ പ്രയോഗം ഹദീസിലും പ്രവാചകൻ പറഞ്ഞത് കാണാൻ കഴിയും. അർറഹിമു, റഹിം എന്നുള്ളത്, കുടുംബ ബന്ധം എന്നുള്ളത് മുഅല്ലഖതും ബിൽ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനവുമായി കൊണ്ട് കണക്റ്റഡാണ്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധപ്പെട്ടതാണ്. തഖൂൽ, കുടുംബ ബന്ധം വിളിച്ചു പറയുമെന്ന മൻ വസലനി വസലഹുല്ലാഹ്, ആരാണോ ഞാനുമായി കൊണ്ട് ബന്ധം ചേർത്തത് വസലഹുല്ലാഹ്, അള്ളാഹു അവനുമായി കൊണ്ട് ബന്ധം ചേർത്തിരിക്കുന്നു. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ആരാണോ ഞാനുമായി കൊണ്ട് ബന്ധം മുറിച്ചു കളഞ്ഞത് അള്ളാഹു അവനുമായി കൊണ്ടും ബന്ധം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. കുടുംബ ബന്ധം പറയുമെന്ന നോക്കൂ, നിങ്ങൾ കുടുംബ ബന്ധം വിളിച്ചു പറയാം. ആരാണോ എന്നെ ചേർത്തത്, അതായത് കുടുംബ ബന്ധങ്ങൾ ചേർത്തത്, അവനുമായി കൊണ്ട് അള്ളാഹു ബന്ധം ചേർത്തിരിക്കുന്നു. ഇനി ആരാണോ കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞത് അവനുമായി കൊണ്ട് റബ്ബ് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. അവനുമായി കൊണ്ട് റബ്ബിൻ്റെ കണക്ഷൻ ഇല്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തു വേണം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമുഹു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന ഓരോ കാര്യവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ്. എൻ്റെ വകയായിക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായിക്കൊണ്ട് എൻ്റെ വകയായിക്കൊണ്ട് പറയുന്ന കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പഠിപ്പിച്ച കാര്യം നിങ്ങളോട് പറയുകയാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്, അല്ലേ? എന്താ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ട പണി എന്താ അറിയോ? ഫൽയസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധത്തെ അവൻ ചേർത്തുകൊള്ളട്ടെ. മുഅ്മിനിനോടുള്ള പ്രവാചകന്റെ ആഹ്വാനമാണ്. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. അവൻ്റെ അന്ത്യദിനത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിക്കൊണ്ട് വിശ്വാസമുള്ളവരാണ്. പ്രകാരം തന്നെ പരലോകത്തിൽ പാരത്രിക ജീവിതത്തിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണ്. എങ്കിൽ എന്തു വേണം? ഫൽയസിൽ റഹിമഹു. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. അപ്പോൾ കുടുംബ ബന്ധം ചേർക്കുക എന്നതിന് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച വല്ലാത്തൊരു പ്രാധാന്യം, വല്ലാത്തൊരു മഹത്വം എത്രയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന കുടുംബ ബന്ധം ചേർത്തുകൊണ്ട് ആർക്കൊരു നഷ്ടവും സംഭവിക്കില്ല. നമ്മൾ മനസ്സിലാക്കുക, കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പേരിൽ ഇന്നേ വരെ ഒരാൾക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കൂല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഒരുപാട് നന്മകളാണ് ആ കുടുംബ ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഗ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു. ഞാൻ പറയുന്നൊക്കെ ഹദീസാണ് കേട്ടോ, പ്രവാചകന്റെ വാക്കുകളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത്? തൻ്റെ ഉപജീവനം, തൻ്റെ റിസ്ക്, തൻ്റെ മഈശത്ത് വിശാലമാകണം, നല്ല ഉപജീവനം ഉണ്ടാകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അതോടൊപ്പം തന്നെ നല്ല ആയുസ്, ആരോഗ്യമുള്ള ദീർഘായുസ് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു, ഒരു വഴിയുണ്ട്. ഫൽയസിൽ റഹിമഹു. എന്താ വേണ്ടത്? കുടുംബ ബന്ധം ചേർത്തുകൊള്ളി.
കുടുംബ ബന്ധം ചേർത്തോളി. നിങ്ങൾക്ക് മഈശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. നിങ്ങൾക്ക് അവൻ റിസ്ക് നൽകും. നിങ്ങൾക്ക് അവൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് വളരെയധികം മഹത്വമുള്ള, വളരെയധികം പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. ആ കുടുംബ ബന്ധം ചേർക്കാതെ സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഒരു ആഗ്രഹം എന്താ? നമ്മളിങ്ങനെ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുന്നതിൻ്റെ പിന്നിൽ ലക്ഷ്യമെന്താ? അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കടക്കേണ്ട നമുക്ക്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഇതുവരെയുള്ള ജീവിതം, ഇതുവരെയുള്ള ഈ ഓട്ടം നിൽക്കും. ഏത് സന്ദർഭത്തിലും ഏത് സെക്കൻഡിലും ആ ഓട്ടം നിലക്കും. നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസം അത് നിലക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ടക് ടക് എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ മിടിപ്പുകളുണ്ടല്ലോ, അത് നിലക്കും. അങ്ങനെ ചേതനയറ്റ ശരീരമായി കൊണ്ട് ആ വീട്ടിൻ്റെ ഉമ്മറത്ത് നമ്മളിങ്ങനെ കിടത്തപ്പെടും അല്ലേ? അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം ബർസഖ്, അത് കഴിഞ്ഞ് പരലോകത്തിലേക്ക്, അവിടെ നിന്ന് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹവുമായി കൊണ്ട് ജീവിക്കുന്നവരാ നമ്മൾ. അങ്ങനെയുള്ളൊരു ആഗ്രഹവുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുല്ലനി അലാ അമലിൻ അമലുഹു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കൊരു കർമ്മത്തെപ്പറ്റി താങ്കൾ പറഞ്ഞു തരണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? യുദ്നീനി മിനൽ ജന്നതി വയുബാഇദുനി മിനൻ നാർ. ആ കാര്യം ചെയ്താൽ ഞാൻ നരകത്തുനിന്ന് രക്ഷപ്പെടണം. രണ്ട് കണ്ടീഷനാണുള്ളത്. ആ പ്രവൃത്തി ചെയ്താൽ നരകത്തുനിന്ന് രക്ഷപ്പെടണം, അപ്രകാരം തന്നെ സ്വർഗത്തിലെത്തുകയും വേണം. അങ്ങനെയുള്ളൊരു കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകനെ എനിക്ക് പറഞ്ഞു തന്നാലും ഖാല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, തഅ്ബുദുല്ലാഹ് വലാ തുശ്രിക് ബിഹി ശൈആ. ഒന്നാമതായിക്കൊണ്ട് തഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ലാ തുശ്രികു ബിഹി ശൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്ക് ചെയ്യാതെ നീ അള്ളാഹുവിനെ ആരാധിക്കുക. ഒന്നാമത്തെ കാര്യം. വതുഖീമുസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. വതുഅതി സകാത്ത്, സകാത്ത് കൊടുക്കുക. വതസിലു റഹിമക, ശേഷം പ്രവാചകൻ പറഞ്ഞത് വതസിലു റഹിമക, നിന്റെ കുടുംബ ബന്ധം നീ ചേർത്തുകൊള്ളുക. നോക്കൂ, നിങ്ങൾ സ്വർഗത്ത് പോകാൻ പറ്റിയ കാര്യം ചോദിച്ചു വന്ന ആളോട് പ്രവാചകൻ പറയാണ്, അള്ളാഹനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, പിന്നെ നിന്റെ കുടുംബ ബന്ധം ചേർത്തണം. അങ്ങനെ ആ മനുഷ്യൻ അവിടുന്ന് തിരിഞ്ഞു പോകുകയാണ്. അപ്രകാരം അത് അവൻ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അവൻ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ? അതിന് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. യാതൊരു എക്സ്ക്യൂസും ഇല്ല. എന്ത് കാരണം ഉണ്ടെങ്കിലും ശരി, ഒരു എക്സ്ക്യൂസും ഇല്ല. കുടുംബ ബന്ധത്തെ വിച്ഛേദിച്ചു കളയാൻ ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് കടക്കാൻ കഴിയൂല. ആർക്കറിയോ? ഖാതിഉർ റഹിം, കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ കടക്കൂല. ഇത് ആരാ പറയുന്നറിയോ? വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്തുൻ നജ്മിൽ അല്ലാഹു പറഞ്ഞതാ. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകനാ പറയുന്നത്, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു, എന്തൊരു ദുരവസ്ഥയായിരിക്കും. നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, ഉംറ നിർവഹിക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, എല്ലാ നന്മകളിലും അവൻ മുന്നിലുണ്ട്. പള്ളിക്ക് ഒന്നാമത്തെ സൊഫിലുണ്ട്. പള്ളിയുടെ എല്ലാ കാര്യത്തിലും സജീവമായിക്കൊണ്ട് ഇടപെടുന്ന ആളാണ്. പള്ളിക്കും മദ്രസക്കും വേണ്ടി ജീവിക്കുന്ന ആളാ. പക്ഷേ സ്വന്തം സഹോദരനുമായിക്കൊണ്ട് തെറ്റി നിൽക്കുകയാണ്. സ്വന്തം സഹോദരിയുടെ വീട്ടിലേക്ക് പോയിട്ട് വർഷങ്ങളായി, ഒന്ന് മിണ്ടിയിട്ട് മാസങ്ങളായി, എളാപ്പയോട് മൂത്താപ്പയോട്
അല്ലേ, അമ്മോശനോട്, അമ്മായിമ്മയോട്, അമ്മായിയോട്, അമ്മാവനോട്, അങ്ങനെ തുടങ്ങി കുടുംബത്തിലെ പല ആളുകളുമായി കൊണ്ട് അനിഷ്ടത്തിലാണ്, പിണക്കത്തിലാണ്, മിണ്ടാതെയാണ്. പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹിം. എത്ര നോമ്പുണ്ടെങ്കിലും ശരി, എത്ര നമസ്കാരമുണ്ടെങ്കിലും ശരി, എത്ര ഇബാദത്തുകൾ ഉണ്ടെങ്കിലും ശരി, കുടുംബ ബന്ധം വിച്ഛേദിച്ചവനാണോ അവന് സ്വർഗത്തിൽ കടക്കൂല. എത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയം എന്നറിയുന്നത്, ഇത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. എന്തിനാ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നത്? കുടുംബ ബന്ധം വിച്ഛേദിച്ചിട്ട് എന്താ നമുക്ക് കിട്ടാനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് അതിൻ്റെ കാരണം എടുത്ത് പരിശോധിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും വിഷയമായിരിക്കും, ദുനിയാവുമായിക്കൊണ്ടുള്ള എന്തെങ്കിലും വിഷയമായിരിക്കും. നിസ്സാര കാര്യങ്ങൾക്കല്ലേ ബന്ധങ്ങളെ ഒരു കൊള്ളി കഷ്ണത്തിൻ്റെ ലാഘവം കൂടും കാണിക്കാതെ അറുത്ത് മുറിച്ച് കളയുന്നത് അല്ലേ? തെറ്റി നിൽക്കുക, പിണങ്ങി നിൽക്കുക, മാറി നിൽക്കുക, ഇതൊക്കെ നടക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആലോചിക്കുക, ആ ദുനിയാവിൻ്റെ വിഷയത്തിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നതാണ്. എന്തേ കാരണം? എന്തേ അവനുമായിക്കൊണ്ട് ഉണ്ടാതായിപ്പോയി? അവൻ്റെ മകൻ്റെ നിശ്ചയത്തിന് എന്നെ വിളിച്ചിട്ടില്ല, നിശ്ചയം എന്നോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ അവനെ ബഹിഷ്കരിക്കുന്ന, അവനുമായിക്കൊണ്ട് എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുന്ന, ബന്ധം വിച്ഛേദിച്ച് കളയുന്ന അവസ്ഥ. അപ്രകാരം തന്നെ സ്വത്ത് വീതം വെക്കുന്ന ഭാഗമുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്ന ഒരു രംഗം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. സ്വത്ത് വീതം വെക്കുന്ന ഭാഗമുണ്ടല്ലോ, ഓഹരി വെക്കുന്ന വിഷയമുണ്ടല്ലോ, അവിടെയാണ് ആങ്ങളെയും പെങ്ങളും തമ്മിൽ മിണ്ടാതാകുന്നത്. അവിടെ തെറ്റുന്നത് ഈ സ്വത്തിൻ്റെ പേരിൽ. സ്വർഗത്തിൽ കടക്കുവോ? ഒരു സംശയം വേണ്ട, സ്വർഗത്തിൽ കടക്കൂല. ബന്ധങ്ങൾ നന്നാക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര കർമ്മം ചെയ്തിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ നമസ്കരിക്കുന്ന നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പെൻഡിങ് അവിടെ വെക്കും. ഇതൊന്നും അങ്ങോട്ടേക്ക് എത്തൂല. ആരാ പറയുന്നത്? റസൂലുള്ളാഹ്, ഇന്ന അമാല ബനി ആദം തുറദു കുല്ല ഖമീസ് ലൈലത്തിൽ ജുമുഅ ഫലാ യുഖ്ബലു അമലു ഖാതിഉ റഹിം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഇന്ന അമാല ബനി ആദം, ആദം സന്തതികളുടെ അമലുകൾ, കർമ്മങ്ങൾ, തുറദു കുല്ല ഖമീസ് ലൈലത്തിൽ ജുമുഅ. മറ്റൊരു ഹദീസിൽ വേറെ റിപ്പോർട്ടും കാണാൻ കഴിയും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കാൻ പറഞ്ഞത് റസൂലുള്ളാഹ്. തിങ്കളാഴ്ചയും വ്യാഴയും സുന്നത്ത് നോമ്പ് എടുക്കാൻ പറഞ്ഞത്, അന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെ റബ്ബിങ്കിലേക്ക് ഉയർത്തും. എന്നിട്ടോ ഫലാ യുഖ്ബലു അമലു ഖാതിഉ റഹിം, അതിൽ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ്റെ കർമ്മങ്ങളുണ്ടോ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് പെൻഡിങ്ങിലാണ്, അത് അങ്ങോട്ടേക്ക് എത്തൂല. അവൻ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? നോമ്പെടുത്തിട്ട് എന്ത് കാര്യം? സക്കാത്ത് കൊടുത്തിട്ട് എന്ത് കാര്യം? അതൊന്നും റബ്ബിങ്കിലേക്ക് എത്തുന്നില്ല. അതിങ്ങനെ ഇവിടെ കെട്ടിക്കിടക്കുക. അവൻ്റെ പ്രാർത്ഥന, അവൻ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചിട്ടും, അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. തൻ്റെ കുടുംബ ബന്ധങ്ങളുമായിക്കൊണ്ട് നല്ല രൂപത്തിലല്ലെങ്കിൽ അത് അള്ളാഹു പരിഗണിക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. എന്തിൻ്റെ പേരിലാണ് പിന്നെ നമ്മൾ തെറ്റി നിൽക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ള തെറ്റും പിണക്കുണ്ടെങ്കിൽ മാക്സിമം 3 ദിവസം. ശരിക്കും ശ്രദ്ധിച്ചോളി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞാൽ, ചില മനുഷ്യനാണല്ലോ, സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ പ്രകൃതി അള്ളാഹ്ക്കറിയാം. ചിലപ്പോൾ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ലാ ഹില്ലൽ മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ്. ഒരു മുസ്ലിമിന് തൻ്റെ സഹോദരനുമായി കൊണ്ട് തെറ്റി നിൽക്കാൻ പാടില്ല 3 ദിവസത്തിലധികം. 3 ദിവസം എന്തെങ്കിലും പേരിൽ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേര് തെറ്റിയാൽ 3 ദിവസം മാത്രം. അത് കഴിഞ്ഞ ഉടനെ നന്നായിക്കൊള്ളണം. എന്നാൽ നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി. 3 ദിവസം കഴിഞ്ഞ്, 3 ആഴ്ചകൾ കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 3 വർഷവും 30 വർഷക്കാലവും തെറ്റി നിൽക്കുന്ന ആളുകളില്ലേ, കുടുംബങ്ങളില്ലേ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുക, ആ തെറ്റിൽ തന്നെ അവൻ മരണപ്പെട്ടാലോ? അങ്ങനെ തെറ്റിലായിക്കൊണ്ട് അവൻ മരണപ്പെട്ടാൽ ദഖലന്നാർ. ആരാ പറയുന്നത്? റസൂലുള്ളാഹ്.
വെറുതെ പറയില്ല. പ്രവാചകൻ പറയാണ് അവൻ നരകത്തിലാണ്. പ്രിയപ്പെട്ടവന്ന് ആലോചിച്ച് നോക്കി, ഈ തെറ്റി നിൽക്കുന്ന സമയത്ത് അണ്ട് മരിച്ചു പോയാലോ? എളാപ്പയുമായി മൂത്താപ്പയുമായി അമ്മായിയുമായി ഇളച്ചിയും മൂത്തച്ചിയുമായി കൊണ്ട് ഭാര്യയും ഭർത്താവുമായി കൊണ്ട് അങ്ങനെ തുടങ്ങി കുടുംബത്തിലെ ഓരോരുത്തരുമായി കൊണ്ടും തെറ്റി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി നമ്മിലേക്ക് വരുന്നത് എന്ന് വിചാരിക്കുക. എപ്പോഴും മരിക്കാലോ. ആ തെറ്റൊന്ന് നന്നാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, 3 ദിവസം മാക്സിമം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹവുമായി കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ തെറ്റും പിണക്കവും നന്നാക്കാതെ നമ്മൾ എന്ത് കർമ്മം ചെയ്തിട്ട് കാര്യമില്ലെന്ന അള്ളാഹുവിൻ്റെ തിരുദൂതർ റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? നോക്കൂ നിങ്ങൾ, റസൂൽ പറയാ മറ്റൊരു ഹദീസിൽ, ഇങ്ങനെ തെറ്റി നിൽക്കുന്ന ആളുകൾ പരസ്പരം പല സന്ദർഭത്തിലും കാണുമല്ലോ. ചിലപ്പോൾ കല്യാണത്തിൽ പോയാൽ അവിടെ കാണാം, പള്ളിയിൽ നിന്ന് വെച്ച് അവിടെ കണ്ടുമുട്ടാം, അങ്ങാടിയിൽ വെച്ച് കണ്ടുമുട്ടാം. റസൂൽ പറയാ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഒരാൾ ഇപ്പുറത്ത് കൂടി പോവും, ഒരാൾ ഇപ്പുറത്ത് കൂടി തിരിഞ്ഞു പോകും, കാണാത്തതുപോലെ, കണ്ടാലും കാണാത്തതുപോലെ നടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ആരാ ഏറ്റവും നല്ലവരെന്നറിയോ? ഈ തെറ്റി നിൽക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാരാന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, ആരാണോ ആദ്യം സലാം പറയുന്നത് അവരാണ് ഏറ്റവും ഉത്തമർ. അല്ലേ? ഒന്ന് സലാം പറയാൻ കൈപിടിച്ച് നോക്ക് നിങ്ങൾ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എന്ത് വലിയ പ്രശ്നമാണെങ്കിലും ശരി, ഒന്ന് പുഞ്ചിരിച്ച് മനസ്സറിഞ്ഞൊരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അതേ ഉണ്ടാവുള്ളൂ. സലാം എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ, ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത് പോലെ സംഗതിയല്ല. അതൊരു പ്രാർത്ഥനയാണ്, ഇസ്ലാമിൻ്റെ അഭിവാദ്യമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, താങ്കൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതാ പറയുന്നത്. അതൊരു പ്രാർത്ഥനയാണ്, ഗ്രീറ്റിംഗ് അല്ല. ഇതെപ്പോഴും പറയാം, സന്തോഷത്തിൻ്റെ അവസരത്തിലും സന്താപത്തിൻ്റെ അവസരത്തിലും പറയാൻ പറ്റിയതാണ്. അല്ലേ? കല്യാണ വീട്ടിലേക്ക് കയറുമ്പോഴും പറയാം, മരണ വീട്ടിലേക്ക് കയറുമ്പോഴും പറയാം. ആരെങ്കിലും മരണ വീട്ടിൽ പോയിട്ട് ഗുഡ് മോർണിംഗ് പറയലുണ്ടോ? ഇല്ല. എന്നാൽ സലാം പറയാം, എവിടെയും പറയാം. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു മുസാഫഹത്ത് നടത്തിയിട്ട് ചെയ്ത് തീർക്കാൻ മരണത്തിന് മുമ്പ് പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തി, തുഫ്തഹു അബ്വാബൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, എല്ലാ തിങ്കളും വ്യാഴവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. ഫയഗ്ഫിർ ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നു. ഇല്ലാ റജുലൻ, ഒരാൾക്കൊഴികെ, കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ, തൻ്റെ സഹോദരനും ഇടയിൽ വിദ്വേഷമുള്ളവർ, തെറ്റി നിൽക്കുന്നവർ, പിണക്കമുള്ളവർ, പകയുമായി കൊണ്ട് നടക്കുന്നവർ, അവർക്കല്ല പുറത്തു കൊടുക്കൂല. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിൻ്റെ പാപമോചനമുണ്ട്, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. പക്ഷേ മനസ്സിൽ പകയും വിദ്വേഷവും വൈരാഗ്യവുമായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല എന്നാ പറയാ. അവരെ പറ്റി അള്ളാഹു പറയും, 3 തവണ റസൂൽ ആവർത്തിച്ചു. അവരുടെ കാര്യങ്ങളായിട്ട് മാറ്റി വെച്ചേക്കുന്ന പറയാം. അവിടെ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. അതൊക്കെ പരിഗണിക്കും എപ്പോഴാണെന്നറിയോ? അത് പരിഗണിക്കും എപ്പോഴാണെന്നറിയോ? അവർ നന്നായാൽ, അവർ നന്നാകുന്നത് വരെ അത് പരിഗണിക്കൂല. പ്രിയപ്പെട്ടവരെ, നമ്മളെ നോമ്പ് സക്കാത്ത് കർമ്മങ്ങളൊക്കെ അള്ളാഹ് സ്വീകരിക്കണ്ടേ? എന്തിനാ നമ്മൾ ചെയ്യുന്നത്? റബ്ബ് സ്വീകരിക്കണ്ടേ? എപ്പോൾ സ്വീകരിക്കുന്നറിയോ? അങ്ങനെ എന്തെങ്കിലും തെറ്റോ പണക്കൊക്കെ ഉണ്ടെങ്കിൽ അത് സലാം പറഞ്ഞ് അത് രമ്യമായി പരിഹരിച്ച് ആ തെറ്റും പിണക്കും നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ റബ്ബ് നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക.
വളരെയധികം പ്രാർത്ഥന നിർഭരമായ മനസ്സുമായിക്കൊണ്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക ഓരോ ദിവസങ്ങളും ആ റമദാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ വഴിക്ക് വെച്ച് ഒരുപാട് ആളുകൾ പിരിഞ്ഞു പോകുന്നു. ഇന്നും ഇന്നലെയുമായിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചകളുമായിക്കൊണ്ട് റമദാനിനെ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ഇന്ന് ബർസഖിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എത്ര ആൾക്ക് ഈ റമദാനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? റമദാൻ്റെ അന്ന് മരിക്കുന്നവരുണ്ടാവില്ലേ, തലേ ദിവസം മരിക്കുന്നവരുണ്ടാവില്ലേ, മാസപ്പിറവി കാണുന്ന സമയത്ത് മരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഈ റമദാനിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ നമ്മുടെ വീടുകളൊക്കെ വൃത്തിയാക്കി അതൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് കഴുകി വെളുപ്പിച്ചു. അടുക്കളയിൽ കറ പിടിച്ച പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിൽ നമ്മളാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴുകാൻ മറന്നുപോയ ഒന്നുണ്ട്. അതാണ് നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിങ്ങോട്ട് നന്നാക്കാതെ നിങ്ങൾ എന്ത് നനച്ചുള്ളി നടത്തിയിട്ടും കാര്യമില്ല. മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും വാശിയും വൈരാഗ്യവും പിണക്കവും ഇല്ലാതാക്കി കളഞ്ഞാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആര് പറഞ്ഞതാ? അള്ളാഹ് പറഞ്ഞതാ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങളോ സ്ഥാനങ്ങളോ മക്കളോ ഒന്നും ഉപകരിക്കാത്തൊരു ദിവസം ഉണ്ടല്ലോ ആ പരലോകത്ത്. അന്ന് ആർക്കാ രക്ഷയുള്ളതെന്നറിയോ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ഒരു മനസ്സായിട്ട് ആരാണോ റബ്ബിൻ്റെ അടുക്കിലേക്ക് വരുന്നത് അവർക്കേ രക്ഷയുള്ളൂ. കാരണം അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക. അവിടെ പകയുണ്ടോ വിദ്വേഷമുണ്ടോ? അള്ളാഹു നമ്മളെ ശരീരത്തിലേക്കോ നമ്മുടെ ഈ മൊഞ്ചോ ഒന്നുമില്ല, മറിച്ച് അള്ളാഹ് നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണത്, അല്ലേ? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ വസ്ത്രങ്ങളിലേക്കോ അല്ല അള്ളാഹ് നോക്കുക, മറിച്ച് നിങ്ങൾ ഹൃദയങ്ങളിലേക്കാണ്. ആ ഹൃദയത്തിൽ എന്തുണ്ട് അവിടെയാണ് നമ്മൾ ഈ പകയും വെറുപ്പും വിദ്വേഷമൊക്കെ മനസ്സിൽ കയറ്റി ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെങ്കിൽ ഈ ഹൃദയവുമായിക്കൊണ്ട് അങ്ങോട്ട് മരിച്ചു പോയെന്ന് വിചാരിക്കുക. ആ പകയോടുകൂടി വിദ്വേഷത്തോടുകൂടി മരിച്ചു പോയെന്ന് വിചാരിക്കുക. റബ്ബിൻ്റെ അടുക്കൽ രക്ഷയില്ലല്ലോ. പിന്നെ എങ്ങനെ നന്നാക്കാൻ കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ വിമലീകരിക്കുക, ഹൃദയത്തെ നമ്മൾ ശുദ്ധമാക്കുക. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. എപ്പോഴും ഈ പ്രവാചകന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് നമ്മളൊക്കെ ഒരു സിറാത്ത് കടന്നു പോകാനുണ്ട്, അല്ലേ? ആ സിറാത്തിലൂടെ കടന്നു പോകുന്ന സമയം ചില ആളുകൾ മിന്നൽ വേഗത്തിൽ കടന്നു പോകും, ചില ആളുകൾ കാറ്റിൻ്റെ വേഗത്തിൽ കടന്നു പോകും. അങ്ങനെ പല തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ആളുകൾ സിറാത്ത് കടന്നു പോകും സ്വർഗത്തിലേക്ക്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, തുർസലുൽ അമാനത്തു വറഹിമു തുർസലുൽ അമാനത്തു വറഹിമു ഫതഖൂമാനി ജനബതൈ സിറാത്ത്. അങ്ങനെ ആളുകൾ ഇങ്ങനെ ആ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടതും വലത്തും അമാനത്തും റഹിമും ഉണ്ടാവും, കുടുംബ ബന്ധവും ഉണ്ടാവും, അമാനത്തും ഉണ്ടാവും. ആ കുടുംബ ബന്ധത്തിലും അമാനത്തിലും വീഴ്ച കാണിച്ചവർ, അതിനെ തള്ളിക്കളഞ്ഞവർ, അവഗണിച്ചവർ, അവർക്കെതിരെ സാക്ഷി പറയപ്പെടും. കടന്നു പോകാൻ കഴിയൂല, സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയം വളരെ ഗൗരവമാണ്. ദുനിയാവിൻ്റെ പേരിൽ, ദുനിയാവിൻ്റെ വിഷയത്തിൽ നമ്മുടെ സ്വർഗത്തെ നഷ്ടപ്പെടുത്തല്ല, നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തല്ല. ദുനിയാവിൻ്റെ പേരിൽ തെറ്റി നിന്നുകൊണ്ട് നമ്മുടെ പരലോകം നമ്മൾ എന്തിനാ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അവനുമായിക്കൊണ്ട് തെറ്റി നിന്നുകൊണ്ട് എനിക്കെന്താ നേട്ടമുള്ളത്? എൻ്റെ പരലോകം പോവും, എൻ്റെ സ്വർഗം പോവും, വേറെന്താ നേട്ടമുള്ളത്? നിങ്ങളൊന്ന് പറയും, അല്ലേ? എന്നാലോചിച്ച് നോക്കി, നിങ്ങൾ തെറ്റി നിന്നത് കൊണ്ട് എന്ത് മെച്ചമാണുള്ളത്? ഒരു വിട്ടുവീഴ്ച ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ. വിട്ടുവീഴ്ച ചെയ്തെന്ന് വിചാരിച്ച് നിങ്ങൾ കുറഞ്ഞു പോവുകയല്ല ചെയ്യുക, നിങ്ങളുടെ പദവി കണ്ട് അള്ളാഹു ഉയർത്തുക ചെയ്യുക.
പരലോകത്തിൽ അള്ളാഹു നിങ്ങളുടെ പദവി ഉയർത്തിത്തരും. അതുകൊണ്ടൊരു കുറച്ചിലുമില്ല, ഒരു മടിയും വേണ്ട. ആദ്യം പോയി ഏത് തെറ്റുള്ള ആളെടുത്തും പോയിട്ട് ആ തെറ്റ് നന്നാക്കുക, സലാം പറഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്ത് നന്നാക്കിയിട്ട് നമ്മുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുക പ്രിയപ്പെട്ടവരെ. എങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒരുപാട് നന്മകൾ ഈ കുടുംബത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു അല്ലേ? ഒരുപാട് കുടുംബ സംഗമങ്ങൾ പലരും കഴിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ സംഗമങ്ങൾ കഴിയും, അങ്ങോട്ട് പിരിഞ്ഞു പോകും. എന്നാൽ ഇവിടെ ഈ മനത്താരത്ത് കസിൻസ്, റിലേറ്റീവ് ആൻഡ് കസിൻസ് എന്ന് പറയുന്ന ഈ MRC കുടുംബ സമിതി അവർ ചെയ്ത ഈ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടല്ലോ, മുഴുവൻ കുടുംബാംഗങ്ങൾക്കും റമദാൻ കിറ്റ് നൽകുക എന്നുള്ളത്, ഇവിടെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു വാക്ക് നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ പലപ്പോഴും ചില ആളുകളൊക്കെ ഒരുപാട് സ്വതക്കയും വളരെ വലിയ സഹായങ്ങളൊക്കെ ചെയ്യും. അത് പുറത്ത് കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കൊന്നും കൊടുക്കൂല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബത്തെയാണ്, ആദ്യം പരിഗണിക്കേണ്ടത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതാ അല്ലേ? നിങ്ങൾ ഒരു സദക്ക നിങ്ങളുടെ ഒരു കുടുംബത്തിന് കൊടുത്താൽ 2 കൂലിയാണ്. 2 കൂലി. പുറത്ത് കൊടുത്ത 1 കൂലി, കുടുംബത്തിൽ കൊടുത്താലോ 2 കൂലി. അതേതൊക്കെയാ? ഒന്ന് കുടുംബ ബന്ധം ചേർത്തിയതിൻ്റെ കൂലി, മറ്റൊന്ന് സ്വതക്കയുടെ കൂലി. അത് രണ്ടും ലഭിക്കപ്പെടുന്ന ഒരു മഹത്തായിട്ടുള്ള കർമ്മമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈ കർമ്മങ്ങളൊക്കെയും ഒരു സൽക്കർമ്മമായി കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഈ കിറ്റുകളും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതാ നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഇവിടെ നമ്മൾ ഓരോ സെക്കൻഡിനും നമുക്ക് കൂലിയാ. ഇവിടെ ഇരുന്നിട്ടുള്ള ഈ കുടുംബാംഗങ്ങളുണ്ടല്ലോ, ഈ സദസ്സുണ്ടല്ലോ, ഈ ഇൽമിൻ്റെ മജ്ലിസ് ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ വലയം ചെയ്യുന്ന സദസ്സാണിത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദസ്സാ. ഈ സദസ്സ് തുടങ്ങിയത് മുതൽ ഓരോ സെക്കൻഡിനും നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീനാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ, മജ്ലിസുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എല്ലാം കൊണ്ടും ഇന്നത്തെ സമകാലിക സാഹചര്യം നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ആ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? ഓരോ ദിവസവും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെഞ്ഞാറമൂട് സംഭവം നമ്മൾ അറിഞ്ഞല്ലോ. 5 പേരെയാ 23 വയസ്സുള്ള അഫ്ഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിഷ്കരണം കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ വാർത്ത കേട്ടിട്ട് പൊട്ടിക്കരയാത്തവരോ കണ്ണ് നിറയാത്തവരോ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആ വാർത്ത കേട്ടിട്ട്, ആ കുഞ്ഞനുജന്റെ മുഖം കണ്ടിട്ട് അത് കണ്ണിൽ നിന്നൊരു കണ്ണീര് വരാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല. ചങ്ക് പടഞ്ഞിട്ടുണ്ടാകും നമ്മുടെയൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ മാസങ്ങളിലും ഈ ആഴ്ചകളിലുമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുക. എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? എവിടേക്കാണ് നമ്മുടെ പുതുതലമുറ പോകുന്നത്? നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ കൂട്ടണ്ടേ? നമ്മൾ ദീനിയായിട്ടൊക്കെ നമ്മൾ നടക്കും, പക്ഷെ നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അവർക്ക് കൃത്യമായി കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിങ്ങൾ കൊടുക്കണം കേട്ടോ. ലഹരിയെ പറ്റി, അതിൻ്റെ അപകടത്തെ പറ്റി നിങ്ങൾ അവർ കൃത്യമായി കൊണ്ട് ബോധം കൊടുക്കണം. പ്രിയപ്പെട്ടവർ, നമ്മുടെ കുട്ടികളൊക്കെ ഗെയിം കളിച്ച് അതിന് അഡിക്റ്റ് ആയിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കാം. അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെയുള്ള വയലൻസുകളാണ്. പണ്ടൊക്കെ ഒരു ബോംബ് അല്ലെങ്കിൽ തീ കാണുമ്പോൾ കുട്ടിക്ക് പേടിയേനി. ഇപ്പോഴാ കുട്ടികൾ അത് കണ്ട് ആനന്ദിക്കും. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം എന്താ അറിയോ? ഫ്രീ ഫയർ, പബ്ജി പോലെയുള്ള ആളുകളെ നിഷ്കരണം കൊന്നുകളയുന്ന, തൻ്റെ കയ്യിലുള്ള വെപ്പൺസ് ഉപയോഗിച്ച് ആളുകളെ കൊന്നുകളയുന്ന, വെട്ടിക്കളയുന്ന, ബോംബിട്ട് കളയുന്ന, അങ്ങനെ ആളുകളെ നിഷ്കരണം വധിച്ചു കളയുന്ന ഗെയിമുകളാണ് നമ്മളെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്.
അവരുടെ മുന്നിലുള്ള പ്രയാസങ്ങളെ, പ്രതിബന്ധങ്ങളെ തങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് തീർക്കുക, ആ ടാസ്ക് ക്ലിയർ ചെയ്യുക. അങ്ങനെയുള്ള ഗെയിമുകൾ കളിച്ച് വളരുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു മടി ഉണ്ടാവില്ല. തൻ്റെ കയ്യിലുള്ള എന്താണോ ഉള്ളത് അതുപയോഗിച്ച് ആ ടാസ്ക് ക്ലിയർ ചെയ്യാൻ, അത് വാപ്പയാണെങ്കിലും ശരി, ഉമ്മയാണെങ്കിലും ശരി, വല്യമ്മയാണെങ്കിലും ശരി, അതിനെ തീർക്കാൻ ഒരു മടി ഉണ്ടാവില്ല. കാരണം അത് കണ്ട വളരുന്നത്. ശ്രദ്ധിക്കേണ്ട നമ്മൾ. അതുകൊണ്ട് രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പേരക്കുട്ടികളും നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ അവരെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ലോകത്താണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു കുട്ടി വളരുക നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടിലാണെങ്കിൽ ഇന്നൊരു കുട്ടി വളരുന്നത് ലോകത്തിൻ്റെ വൃത്തികേടുകൾക്ക് നടുവിലാണ്. അതൊക്കെ അവൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കപ്പെടുന്നതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ ഗെയിമുകളും ഈ ഗെയിം അഡിക്ഷനുകളും ഒക്കെ അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ദുരവസ്ഥ സംഭവിക്കാതിരിക്കട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ഒരു ദീനിൻ്റെ കൂടെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ, ദീനിൽ നിന്ന് വഴിമാറിപ്പോകാതെ എല്ലാ രംഗത്തും പരിശുദ്ധ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, നമ്മുടെ വല്യപ്പന്മാരുണ്ട്, വല്യമ്മമാരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, അവരെല്ലാം മാറടി മണ്ണിൽ ബർസഖിൻ്റെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മാനെ, അള്ളാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കണം നാഥ. അള്ളാഹുവേ, അവരുടെ കബറ് നീ വിശാലമാക്കി കൊടുക്കണം നാഥ. അള്ളാഹുവേ, അവരുടെ കബറ് നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണം നാഥ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ രോഗത്തിൻ്റെ പ്രയാസം കൊണ്ട് ഈ റമദാനിലേക്ക് നോമ്പെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, അവരുടെ അസുഖങ്ങൾ, രോഗങ്ങൾ എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കി കൊടുക്കണം നാഥ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി കൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.